ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കക്കുറവ് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചപ്പോൾ 4 കിലോ കുറഞ്ഞത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ മുമ്പ് സ്വർണം പൂശിയതിന്റെ മഹസർ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചു. 2019 മഹസർ റിപ്പോർട്ടിലായിരുന്നു അവ്യക്തതകൾ. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ ഭാരം 42.800 കിലോഗ്രാം. 1.25 മാസത്തിന് ശേഷം ഭാരം 38.258 കിലോഗ്രാമായി. 4 കിലോയുടെ കുറവ് എങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഭാരം കുറയാൻ പെട്രോളല്ല സ്വർണമല്ലേ എന്നും കോടതി. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് സ്വർണം പൊതിയാനായി അപേക്ഷയുമായി എത്തിയത്. ദ്വാരപാലക പാളിയുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ഹൈക്കോടതി വിവരമറിയിക്കണമെന്ന കാര്യം അറിയില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി 24 പറഞ്ഞു. ഒരാളിനെ പഴിചാരാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. കാര്യം ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വിവാദമാണ്. കോടതിയുടെ ഒരു അനുമതി വാങ്ങിക്കണമെന്നുള്ള ഒരു കാര്യം എനിക്ക് ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അറിയില്ലായിരുന്നു. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളി സന്നിധാനത്ത് തൂക്കിനോക്കി അളവ് തിട്ടപ്പെടുത്താത്തതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. സ്വർണ്ണപ്പാളിയിലെ ഭാരക്കുറവിൽ ദേവസ്വം ബോർഡ് മറുപടി പറഞ്ഞേ മതിയാകൂ. ഹൈക്കോടതി അനുമതിയില്ലാതെ കഴിഞ്ഞ മാസം ദ്വാരപാലക സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനെതിരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലാണ് കോടതി നടപടി. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.